നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ജൂബിലി തേവർ പാടശേഖര കമ്മിറ്റി കായിപ്പുറം തേവർ പടവിൽ കൊയ്ത്തുത്സവം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അവനിശ്ശേരി മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി. കൃപേഷ്, ഷുഹൈബ്, ശരത് ലാൽ എന്നിവരെ അനുസ്മരിച്ചു. കോടന്നൂർ ലയൺസ് ക്ലബ്ബും വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർളം യൂണിറ്റും ചേർന്ന് സൗജന്യ ദന്തരോഗ ചികിത്സാ ക്യാമ്പ് നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ജൂബിലി തേവർ പാടശേഖര കമ്മിറ്റി കായിപ്പുറം തേവർ പടവിൽ കൊയ്ത്തുത്സവം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നുള്ളതുള്ള ഇടപെടാറും ബന്ധപ്പെടാറുമുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് നമുക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ കഴിയുക. കൂടാതെ തന്നെ നമ്മുടെ പാടശേഖര കമ്പനികൾക്ക് പുറമെ നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിൽ വലിയൊരു അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ് നമ്മുടെ അതിൻ്റെ ചുമതല വഹിക്കുക. അപ്പോൾ അവർ കൂടിയുമ്പോൾ എന്തൊക്കെ പരാതി കൊടുത്താലും അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ചില നിർദ്ദേശങ്ങൾ ഭൂരിപക്ഷ കൃഷിക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്നൊരു സമിതി, കളക്ടർ അടക്കമുള്ള സമിതി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അപ്പോൾ അടയ്ക്കലൊന്നും എന്നെ വിളിക്കുള്ളൂ, എന്നെ പോകാറൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ തന്നെ നടപ്പാക്കി കിട്ടണ്ടേ. എനിക്ക് എപ്പോഴൊരു കാര്യം പറഞ്ഞാൽ അത് അപ്പം നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അത് ഏത് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് വലിയ മന്ത്രി ആയാലും നമ്മൾ പറയാണ്, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ആൾക്കാർക്ക് കൊടുത്തില്ല പിന്നെ എന്തിനാണ് ഈ സർക്കാർ എന്ന രീതിയിലേക്ക് വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോഴും ഒരുപാട് ചർച്ചകൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പടവ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. 3 വർഷക്കാലമായിട്ട് നമ്മൾ ഒരിക്കലില്ലാത്ത കഷ്ടതകളും ദുരിതങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കൃഷി മേഖലയിലേക്ക് പുതുതലമുറകളൊന്നും കടന്നു വരാത്തൊരു സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. നിലവിലുള്ള കർഷകരെ നിലനിർത്തിക്കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഭാരിച്ച കൂലിച്ചെലവ്, മറ്റു വളങ്ങളുടെയും കീടനാശിനിയിലും വലിയ വിലവർദ്ധനവ്, അതുപോലെ തന്നെ നമുക്ക് കൃത്യസമയങ്ങളിൽ പണിക്കാരെ കിട്ടാത്ത ബുദ്ധിമുട്ട്, കൂലിച്ചെലവുകളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കൃഷി മേഖലയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള കുറച്ച് അനാസ്ഥകൾ മൂലം നമ്മൾക്ക് 2-3 വർഷമായിട്ട് കൃഷി വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾക്ക് കൃഷി ഈ മണലേപ്പാട് വരിക ഈ ചെറിയൊരു മെച്ചപ്പാടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഈ തേവർപ്പടവിൽ മാത്രമാണ്. നേരെ മറിച്ച് ജൂബിലി പടവിൽ പെടുന്ന മണലേപ്പാടായാലും തുരുത്തുപടവായാലും ചാനത്തുകോടായാലും ചങ്ങര ആയാലും ഇവിടെയൊക്കെ വലിയ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി, പടവ് ട്രഷറർ TN ഉണ്ണികൃഷ്ണൻ, ജില്ലാ കർഷക സംഘം സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, പഞ്ചായത്ത് അംഗം സുനിത ജിനു, പടവ് ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് അവനിശ്ശേരി മണ്ഡലം കമ്മിറ്റി കൃപേഷ്, ഷുഹൈബ്, ശരത് ലാൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ആനക്കല്ല് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രിയൻ പെരിഞ്ചേരി, VI ജോൺസൺ, NB ശ്രീജിത്ത്, ജോയ് പയ്യപ്പിള്ളി, MR രാമകൃഷ്ണൻ, MV നാരായണൻ, ജിനീഷ് ചെറുവത്തേരി, അഖിൽ നടുവത്ത്, ജോൺസൺ മുത്തുപീടിക, ആശീഷ് ബാബു, മിഥുൻ രാസ്, MR അതുൽ, അജിത് റോയ്, AG ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. കോടന്നൂർ ലയൺസ് ക്ലബ്ബും വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർളം യൂണിറ്റും ചേർന്ന് സൗജന്യ ദന്തരോഗ ചികിത്സാ ക്യാമ്പ് നടത്തി. തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ആധുനിക മൊബൈൽ ദന്താശുപത്രിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ക്യാമ്പ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഡെന്റൽ ക്ലിനിക്കിലെ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി HOD വിവേകിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കോടന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് EA ബൈജു അധ്യക്ഷത വഹിച്ചു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റ് പ്രസിഡന്റ് ടോണി ആന്റണി, കോടന്നൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ, R. രമേശൻ, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി MK ശിവദാസൻ, റീജിയണൽ ചെയർമാൻ MJ തോമസ്, സോൺ ചെയർമാൻ TS രമേശ്, വികലാംഗ അസോസിയേഷൻ രക്ഷാധികാരി ഡേവിസ്, കോടന്നൂർ ലയൺസ് ക്ലബ്ബ് ട്രഷറർ ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. തുണ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സഹകരണത്തോടെ വല്ലച്ചിറയിൽ ക്ലിനിക്ക് ആരംഭിച്ചു. 50 രൂപയ്ക്ക് മുറ്റത്തൊരു ഡോക്ടർ എന്ന ലക്ഷ്യത്തിലൂന്നി സാധാരണക്കാർക്ക് തണലായാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക. സാധാരണക്കാർക്ക് തുണയാവുക ലക്ഷ്യം വെച്ചാണ് തുണ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വല്ലച്ചിറയിൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ 7 വരെയാണ് ക്ലിനിക്കിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാവുക. അവശത അനുഭവിക്കുന്ന നിരാലംബർക്ക് സൗജന്യ ചികിത്സയും ലഭ്യമാക്കും. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി CEO ഫാദർ ജോയ് കുത്തൂർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ വലിയൊരു നന്മ സംഭവിക്കുന്നുണ്ട്. ആ നന്മ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആകുമ്പോൾ അത് നമുക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണെന്നുള്ള ആ ഉറപ്പിലാണ് ഞാൻ അവിടെ ഉറപ്പിച്ചിരുന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ വല്ലച്ചിറയിലെ ഇവിടെ ഈ ഒരു പൊതുവേദിയിലെ ഈ ക്ലിനിക്കിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അതേ മാനസികാവസ്ഥ തന്നെയാണ് എനിക്കുള്ളത്. ഇവിടെ ഒരു നന്മ നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടുകാർക്ക് ഗവൺമെൻറ് ആശുപത്രിയുടെ എല്ലാ സംവിധാനങ്ങളും ഹെൽത്ത് ഡിസ്പെൻസറി ഒക്കെ ഇവിടെ നമുക്കുണ്ടെങ്കിലും ട്രസ്റ്റ് ചെയർമാൻ സിജോ എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദൈനംദിന രോഗം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖം കൊണ്ടും ഒക്കെ തന്നെ അന്ന് തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു വലിയ അവസ്ഥയിൽ അവിടെ ചെലവാകുന്നത് അന്ന് അവൻ പണിയെടുത്ത ആ വേതനം മുഴുവൻ അതിനുവേണ്ടി നീക്കി വയ്ക്കേണ്ട ഒരു അവസ്ഥ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി എന്താണ് നമ്മൾ സാമൂഹികമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വലിയ കുറേ മാസത്തെ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ മേലുള്ളൊരു അലച്ചിലിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ നമ്മൾ ഈ ആശയം നമ്മുടെ ഒരു വർഷമായിട്ടില്ല 5-8 മാസം മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദറിനോട് സംസാരിക്കുകയും ഫാദർ ഉണ്ടായിരുന്നില്ല ആ വിളിച്ച സമയത്ത്. പക്ഷെ ഞാൻ ഫാദറെ കാണാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകത അതായിരുന്നു. ചടങ്ങിൽ സൗജന്യ പരിശോധനയുടെ ഉദ്ഘാടനം വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് നിർവഹിച്ചു. സ്വന്തം കിഡ്നി ദാനം ചെയ്ത് മാതൃകയായ ഷൈജു സായിറാമിനെ ആദരിച്ചു. വൈസ് ചെയർമാൻ ജയരാജ് നടുവിൽ, ഡോക്ടർ ഋഷിൻ സുമൻ, C. മുരാരി, CP ദാസൻ, വിജയൻ, K. രവീന്ദ്രനാഥ്, VK രാജൻ, ബെന്നി തെക്കിനിയത്ത്, കവിത ജോസ്, KA ജോൺ, സിജോഫിൻ, PR ലിഖിൻ എന്നിവർ സംസാരിച്ചു. കോടന്നൂർ ഓട്ടോ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ 10ാം വാർഷികവും കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കൃഷ്ണൻ കണിയത്ത് ഉദ്ഘാടനം ചെയ്തു. സുനിൽ താഴത്ത്, രമേശ് മങ്കുഴി, നന്ദു കണ്ണേടത്ത്, സിദ്ധാർത്ഥൻ മാമ്പുള്ളി, രമേശ് പാറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്യാൻസർ ബാധിച്ച് തന്റെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന അരിമ്പൂർ സ്വദേശി വിനോദ് എന്ന കണ്ണനെ വിധിക്ക് പോലും തോൽപ്പിക്കാനാകില്ല. ക്രച്ചസിന്റെ സഹായത്തിൽ ഒറ്റക്കാലിൽ വിനോദ് കഴിഞ്ഞ ദിവസം നടന്ന മാരത്തോണിൽ ഓടിയത് കണ്ടുനിന്നവർ അമ്പരന്നു. 5 കിലോമീറ്റർ ദൂരം 48 മിനിറ്റ് കൊണ്ട് ഓടിത്തീർത്ത വിനോദിന്റെ ഇനിയുള്ള ലക്ഷ്യം ഇരട്ടി ദൂരം ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നതാണ്. അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് കറങ്ങി 20 കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെ എത്തിയിരുന്ന കാലം വിനോദിനുണ്ടായിരുന്നു. അന്ന് 2 കാലും വെച്ച പൂർണ്ണ ആരോഗ്യത്തോടെയായിരുന്നു ഓടിയിരുന്നത്. ദക്ഷിണേന്ത്യയിലെ 150-ൽ പരം മാരത്തൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ് ടൈൽസ് പണിക്കാരനായ വിനോദ്. ഏതെങ്കിലും കരയ്ക്കണയുമെന്ന പ്രതീക്ഷയോടെയുള്ള തന്റെ കുതിപ്പിന് ഊർജം പകർന്നിരുന്ന കാലുകളിലൊന്നിൽ 2 വർഷം മുൻപ് ഒരു തടിപ്പ് കണ്ടെത്തി. പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ വലതു കാൽമുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി. നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ഓപ്പറേഷനും ചെലവുകളും നടന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന അമ്മയെയും ഭാര്യയെയും വിദ്യാർത്ഥികളായ 2 മക്കളെയും പോറ്റണമെങ്കിൽ വീട്ടിലിരുന്നാൽ നടക്കില്ലെന്ന് വിനോദ് മനസ്സിലാക്കി.
സന്നദ്ധ സംഘടനയാണ് വിനോദിന് ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമ കാലും നൽകിയത്. ജീവിതത്തിന്റെ രണ്ടാം പാതിയിൽ അതിജീവനത്തിനായി വിനോദ് തൃശൂർ ടൗണിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഇതിനിടയിലും രാവിലെ വീടിനു പരിസരത്തെ വഴിയിൽ ക്രച്ചസിൽ പിടിച്ചു നടന്ന കഠിന പരിശീലനം. തുടർന്നാണ് തൃശൂരിൽ നടന്ന കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തണിൽ വിനോദ് പങ്കെടുക്കുന്നത്. ഒറ്റക്കാലിൽ ക്രച്ചസും പിടിച്ച വിനോദ് പാലസ് റോഡ് വഴി കോർപ്പറേഷൻ സ്റ്റേഡിയം വരെ 5 കിലോമീറ്റർ ദൂരം 48 മിനിറ്റ് കൊണ്ട് ഓടി. കാൽ മുറിച്ചു മാറ്റിയെടുത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയവർക്ക് മുന്നിൽ വിനോദ് തന്റെ കഴിവ് ഒരിക്കൽ കൂടി തെളിയിച്ചു. 10 കിലോമീറ്റർ ഇതേ സമയത്തിൽ ഓടിത്തീർക്കാനുള്ള പരിശീലനം വിനോദ് ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം മാരത്തോൺ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിരുന്നതാണ്. ഏകദേശം ഒരു 92 തൊട്ട് തന്നെ ഞാൻ മത്സരങ്ങൾക്ക് 10ാം ക്ലാസ് തൊട്ട് തന്നെ പങ്കെടുക്കാം. അരുമ്പൂർ പഞ്ചായത്തിലത്തെ പഴയ ഓട്ടക്കാർക്കും എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. വിനോദേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ ഒരുപാട് കാലം മാരത്തോൺ ഒരുപാട് സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഒക്കെ ഓടാറുണ്ട്. ഇപ്പോൾ കാലം അങ്ങനെ വയ്യാണ്ടതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് തൃശ്ശൂർ. അത് 5 കിലോമീറ്ററിലാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ 5 കിലോമീറ്റർ ഓടിയെത്താൻ പറ്റി. അധികം പിന്നോക്കൊന്നും പോയില്ല. ഏകദേശം ഒരു മധ്യത്തിലായിട്ട് തന്നെ പിന്നോക്കാവാണ്ട് തന്നെ മാക്സിമം സ്പീഡിലെത്തി. ഇനിയിപ്പോൾ അടുത്തതൊരു 10 കിലോമീറ്ററിലൊക്കെ ഇറങ്ങുന്നതാണ് ആഗ്രഹം. അത് എന്തായാലും ഇറങ്ങാൻ പറ്റും. 5 കിലോമീറ്റർ ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് എത്താൻ പറ്റി. ഇനിയിപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി കൂടി സമയം കുറച്ചിട്ട് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 38 മിനിറ്റ് 40-ൻ്റെയൊക്കെ ഒരു പാത്തി ഇത്തിരി കൂടി സ്പീഡിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചെമ്മാപ്പിള്ളി വടക്കുമുറി ഓൾഡ് പോസ്റ്റ് കൂട്ടായ്മ ഉത്സവരാവ് 2025 സംഘടിപ്പിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായി. ശ്രീജീഷ് കെ പൊയ്യാറ, AD അഭിനന്ദ് എന്നീ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ VK ഗുണസിംഗ്, സനിത സജൻ, ബിനോയ് മേനോത്തുപറമ്പിൽ, പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ചേർപ്പ് ചിറമ്മൽ പുറത്തുകാരൻ അന്തോണിയുടെ ഭാര്യ ആലീസ് ആന്റണി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,970 രൂപ, പവന് 63,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ജൂബിലി തേവർ പാടശേഖര കമ്മിറ്റി കായിപ്പുറം തേവർ പടവിൽ കൊയ്ത്തുത്സവം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അവനിശ്ശേരി മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി. കൃപേഷ്, ഷുഹൈബ്, ശരത് ലാൽ എന്നിവരെ അനുസ്മരിച്ചു. കോടന്നൂർ ലയൺസ് ക്ലബ്ബും വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റും ചേർന്ന് സൗജന്യ ദന്തരോഗ ചികിത്സാ ക്യാമ്പ് നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.